ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പം നാളെ നമ്മുടെ പരിപാടികൾ തുടങ്ങുവാണ് കേട്ടോ. അങ്ങനെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് അഞ്ജലിയുടെയും ഷ്യാമിൻ്റെയും ഡാൻസാണ്. അതിനുശേഷം ശ്രുതിയുടെ ഡാൻസാണ്, പിന്നെ അമ്മായിയുടെയും അതുപോലെ തന്നെ മനോരമയുടെയും ഡാൻസ്, അതിനുശേഷം ശ്രുതിയും എനിക്കും അങ്ങനെ ഡാൻസാണ് കേട്ടോ എല്ലാവരുടെയും. ആ സമയത്ത് നമ്മുടെ ശ്യാമാണെന്നുണ്ടെങ്കിൽ ആ തേളുണ്ടല്ലോ, ആ തേളിനെ കൊണ്ടിട്ട് അഞ്ജലിനെ കടിപ്പിച്ച് കൊല്ലാനായിട്ടാണ് കേട്ടോ ഉദ്ദേശം. തേളിനെ വിഷം വെച്ചിട്ട് അങ്ങനെ ശ്യാം നോക്കുന്ന തേള് അവിടെ കാണാതെയാവും കേട്ടോ. പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ശ്യാമിനെ തിരിച്ച് കിട്ടും. ശ്യാം അത് ഫുഡ് കൊണ്ടുവന്ന ഡബ്ബ ഉണ്ടല്ലോ, ആ ഡബ്ബയിൽ ഇട്ട് വയ്ക്കും ആ തേള്. എന്നിട്ട് രാത്രി അഞ്ജലി ഉറങ്ങുന്ന സമയത്ത് ആ തേളിനെ അഞ്ജലിൻ്റെ മേത്തിടാച്ചിട്ട് പതുക്കെ ഇങ്ങനെ അഞ്ജലിൻ്റെ മേത്തിടാൻ വേണ്ടി പതുക്കെ ആ ഡബ്ബ തുറക്കുമ്പോഴേക്കും ആ തേള് വന്നിട്ട് ശ്യാമിൻ്റെ ഷർട്ടിൽ തന്നെ വന്ന് കടിക്കാൻ പോകും കേട്ടോ. ശ്യാമാണെങ്കിൽ അയ്യോ അമ്മ എന്നു ഒച്ചെടുക്കുമ്പോഴേക്കും അഞ്ജലി എഴുന്നേക്കുന്നുണ്ട്. അയ്യോ ശ്യാമേട്ട് എന്ത് പറ്റിയെന്ന് പറയുമ്പോഴേക്കും പുറത്ത് തേടെന്ന് പറയുമ്പോൾ അഞ്ജലി പേടിച്ചു പോവാണ്. അഞ്ജലി പെട്ടെന്ന് ആ തേടിന് തട്ടി ഇങ്ങനെ കളയും കേട്ടോ. ആ സമയത്ത് ശ്യാമി ഇങ്ങനെ മനസ്സിലാക്കും, ഓ ഞാൻ വെച്ചത് എനിക്കെന്നെ തലയിൽ തന്നെ ആയല്ലോ എന്ന രീതിയിൽ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അവസാന പെർഫോമൻസാണ് ആ സമയത്ത് നമ്മുടെ അഞ്ജലി എന്ന് വെച്ചാൽ ചെക്കൻ്റെ വീട്ടുകാരാണ് ഒരു 3-4 പോയിൻ്റ് മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ശ്രുതിയുടെ ടീം 10 പോയിൻ്റെങ്കിലും വിൻ ചെയ്താൽ മാത്രമാണ് ടീമിൽ ജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ആ ഒരു പെർഫോമൻസാണ് ശ്രുതിയുടെ. അതിൽ ശ്രുതിയുടെ കൂടെ പെയർ ആവുന്ന ആൾ വന്നില്ല കേട്ടോ. അപ്പോൾ ശ്രുതി ആകെ ടെൻഷനായി പോകും. അത് ആ സമയത്താണ് അശ്വിൻ ഡാൻസ് കളിക്കുന്നതും ശ്രുതിക്ക് ആ ഡാൻസിൽ 10 പോയിൻ്റ് കിട്ടുകയും ചെയ്യുന്നുണ്ട്. 10 പോയിൻ്റ് കിട്ടുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ ടീം ജയിക്കും. അതിനുശേഷം നടരാജ വിഗ്രഹം ശ്രുതിക്ക് തന്നെ കിട്ടും കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതി നമ്മുടെ പ്രീതിയെടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ആ ഒരു സമ്മാനം കിട്ടിയതിൽ എല്ലാവർക്കും എനിക്ക് നന്ദി പറയാനുണ്ട്. ആദ്യം തന്നെ എൻ്റെ ചേച്ചീനെ കല്യാണം കഴിക്കാൻ ആകാശത്താനാണ് നന്ദി പറയേണ്ടത്. പിന്നെ അഞ്ജലി മേഡത്തിന് നന്ദി പറയണം. പിന്നെ മുത്തശ്ശിക്ക് അമ്മയ്ക്ക് എല്ലാവർക്കും നന്ദി പറയണമെന്ന് പറയുമ്പോൾ പ്രീതി പറയുന്നുണ്ട്, നീ മനഃപൂർവ്വം ഒരാളെ ഒഴിവാക്കി, അശ്വിൻ സാർ ഇല്ലെങ്കിൽ നിനക്ക് ജയിക്കാൻ പറ്റില്ലായിരുന്നു എന്ന് പറയുക കേട്ടോ പ്രീതി. എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് നാളെ മറ്റന്നാളെ വരാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നാളെ കാണാം. ബൈ.